മായാവിമോഹം കളഞ്ഞു നീ അഞ്ജസാ ധ്യാനിച്ചു കൊള്ളുക നീ എന്നെ മമമാതേ. നിൻ മുജ്ജന്മ ഭക്തിയാൽ എന്നെ ദർശിക്കാൻ മൂലമായത് എന്നറിയേണം നിർണയം. രാമൻ തന്നോക്തി ശ്രവിച്ച താരാദേവി ആമയ ചിന്തകളൊക്കെ വെടിഞ്ഞ് രാമപാദത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ആത്മബോധേന വസിച്ചു മോദേന. രാമൻ തന്നാജ്ഞയാൽ എത്രയും അഞ്ജസാ വാനരശ്രേഷ്ഠൻ തൻ സംസ്കാര കർമ്മങ്ങൾ എത്രയും നിഷ്ഠയായി ചെയ്തു സുഗ്രീവൻ തന്നഗ്രജനെ മോക്ഷപന്ഥാവിലെത്തിക്കാൻ. രാമൻ തന്നാജ്ഞയെ മാനിച്ചു ലക്ഷ്മണൻ വേഗേന ചെന്ന് കിഷ്കിന്ധാപുരി തന്നിൽ ആദിത്യതനയനെ പാർത്ഥിവനാക്കാനായുള്ള കാര്യങ്ങളൊക്കെയൊരുക്കാൻ ശാഖാമൃഗങ്ങൾ തൻ പാലനമേറ്റ് രാജാധിപത്യം വഹിച്ചു സുഗ്രീവൻ ബാലി തന്നാത്മജനായ അംഗദനെ യുവരാജാവായി അഭിഷേകം ചെയ്യിച്ചു മോദേന. പിന്നെ പ്രവർഷണഗിരി ശൃംഗം തന്നിൽ ചെന്ന് വസിക്കാൻ വ്യഗ്രത പൂണ്ടിട്ടങ്ങ് അന്നേരം തന്നെ ഗമിച്ചു ദാശരഥർ സുന്ദരമായ പന്ഥാവിലൂടെ. കാറ്റും മഴയും ഇളം വെയിലുമെല്ലാം ഏറ്റമുള്ളൊരു ഗുഹയുടെ ചാരെ കാർത്തസ്വരമണി പോലെ വിളങ്ങുന്ന കേസരി പ്രവരരാകും ദാശരഥരെത്തി. പക്ഷിധ്വജനാകും ഭഗവാനെ ദർശിക്കാൻ സിദ്ധയോഗീശ്വരും മറ്റും മർത്യരുമെല്ലാം പക്ഷിമൃഗാദികൾ തൻ രൂപം ധരിച്ച് പർവ്വതസാനുവിലെത്തിച്ചേർന്നു. തത്ര സമാധിസ്ഥരായി കഴിഞ്ഞവർ എത്രയും വാസരങ്ങളോളം നിർണയം യുദ്ധമൊരു ദിനം രാമനുത്ഥാനം ചെയ്തപ്പോൾ ഭക്തിയാൽ ലക്ഷ്മണൻ യുദ്ധം കഥിച്ചു. കേൾക്ക നീ സോദരാ, വർണ്ണാശ്രമികൾക്ക് മോക്ഷപ്രദമാകും മാർഗങ്ങളെല്ലാം സാദരം വർണ്ണിച്ചു കേൾപ്പിക്ക എന്നെ. പാരമതിനാഗ്രഹം ഉണ്ടെന്നറിഞ്ഞാലും ബ്രഹ്മനും വ്യാസനും നാരദനുമെല്ലാം നിന്നെ ഭജിച്ചെന്നും നിർമ്മലരാകുന്നു. ഭക്തനാമവീയ എന്റിച്ഛയെ മാനിച്ച് മുക്തിയേകും ക്രിയാമാർഗത്തെ ചൊന്നാലും. ക്രിയാമാർഗോപദേശം. ലോകോപകാരാർത്ഥമായുള്ള ക്രിയാമാർഗം തന്നരുമയാ മനുജന്റെ ഇച്ഛയെ മാനിച്ചങ്ങളൊരുങ്ങാനൊരുങ്ങി. ലോകോപകാരാർത്ഥമായുള്ള ക്രിയാമാർഗം തന്നരുമയാ മനുജന്റെ ഇച്ഛയെ മാനിച്ചങ്ങരുളാനൊരുങ്ങി. സംശയമെന്നേ രാമൻ തന്നവരജനയേറെ സംപ്രീതനാക്കാൻ നിന്നോട് ചൊല്ലാം ഞാൻ പൂജാവിധികളൊന്നൊഴിയാതെ സംക്ഷിപ്തമായി. ചിന്മയനായ സൽഗുരുവിങ്കൽ നിന്നു പഠിക്കേണം മന്ത്രോപദേശം. പാവനമായ രോഹിതാശങ്കലോ തോയമൊഴുകും നദീതടത്തിങ്കലോ പൂതമായുള്ള സൈകതത്തിങ്കലോ ഏതുവിധമുള്ള പൂജയും ഉത്തമം. വൃത്തിയുള്ള നല്ല സാളഗ്രാമത്തിങ്കലോ സൽമൃത്തിക കൊണ്ടുള്ള വിഗ്രഹത്തിങ്കലോ അതേതുമൊന്നില്ലെങ്കിൽ ഹൃൽകമലത്തിങ്കലോ ഉള്ള പൂജാവിധികൾ ശ്രേഷ്ഠമെന്നറിക നീ. ദേഹശുദ്ധിക്കായി കാലേ കുളിച്ച് പൂജാവിഗ്രഹത്തെ സ്നാനം ചെയ്യിച്ച് ആദരപൂർവം പ്രമാർജനം ചെയ്ത് സ്വാർത്ഥതയെന്നെ പൂജയ്ക്കൊരുങ്ങേണം. ശുദ്ധതയാർന്ന വസ്ത്രം ധരിച്ച് ശുദ്ധമുത്സ്രയിൽ കുശപ്പുല്ലു വിരിച്ച് ശുദ്ധമനസ്കനായി കൃത്യതയോടെ പൂജ തുടങ്ങണം. ഔധസത്താലോ പാദസത്താലോ ആദരപൂർവം അഭിഷേകം ചെയ്ത് പൂജാശിലയിൽ ശുദ്ധലേപനം ചാർത്തി യാഗണം പൂജ തുടങ്ങുവാൻ നിർണയം. പുഷ്പങ്ങളായാലും അക്ഷതമായാലും ഭക്ഷ്യഭോജ്യങ്ങളായാലുമെല്ലാം
കൃത്യമായി എത്തിച്ച് പൂജ തുടങ്ങേണം, വ്യക്തതയും വരുത്തേണം നമ്മൾ. ആചാര്യസ്ഥാനത്ത് ഞാനെന്ന് കൽപ്പിച്ച് വേദതന്ത്രോക്തമാം മന്ത്രങ്ങൾ ചൊല്ലി പൂജാ പുഷ്പങ്ങളാൽ അർച്ചന ചെയ്ത് മനം പാവന ഭക്തിയാൽ ശ്രേഷ്ഠമാക്കേണം. ദേവനെ ചിന്തിച്ച് ശാന്തചിത്തത്തോടെ ശ്രേഷ്ഠമേറും ലിപിന്യാസം കഴിക്കണം. ഒട്ടുമേ വൈകാതെ തത്വന്യാസവും ചെയ്ത് മൂർത്തി പഞ്ചരന്യാസവും ചെയ്യണം.